ഹായ് മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ള ബേപ്പൂർ ഹാർബറിന് ബേപ്പൂർ അവസാനത്തെ സപ്പർ, ബോട്ടുകാരുടെ അവസാനത്തെ സപ്പറാണ് ഇന്ന്. അതായത് അവർ കയറുന്ന അവസാന ദിവസം. ഈ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ മീൻ ഇറക്കുന്ന കാഴ്ചകൾ, അതുപോലെ തന്നെ അവർ വഞ്ചിയിൽ എന്താണ് മീനുള്ളത്, അല്ലെങ്കിൽ ബോട്ടിൻ്റെ സ്റ്റോറേജിൽ എന്താണ് മീനുള്ളത്, ആ മീൻ ഇന്ന് വിറ്റ് ഒഴിവായിക്കൊണ്ട് നമ്മളിന്ന് കയറിയിട്ടുള്ള ബോട്ട് റോളക്സ് ആണ്. നമ്മൾ ആ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ആ ബോട്ടിൽ എന്തൊക്കെ മീനാണുള്ളത്, അവരിന്ന് എന്തൊക്കെ മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എന്താണെന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നേരെ നമ്മളവിടെ സ്റ്റോറേജിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. സ്റ്റോറേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പടി ചവിട്ടി നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടില്ല, അത്യാവശ്യം നല്ല അടിപൊളി വലിയ ബോട്ടാണ്. സ്റ്റോറേജിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന മീൻ പുതിയാപ്പിളക്കോര, അതുപോലെ തന്നെ നല്ല മാർക്കറ്റുള്ള മീനാണ് പുതിയാപ്പിളക്കോര. നമ്മുടെ നാട്ടിൽ പുതിയാപ്പിളക്കോര, കിളി പല പേരിൽ അറിയപ്പെടുന്ന മീനാണ്. അപ്പോൾ അതുപോലെ നല്ല വെയിറ്റ്, നല്ല ഏകദേശം ഒരു അരക്കിന് ഒക്കെ വരുന്ന വലുപ്പത്തിലാണ് ഈ പുതിയാപ്പിള മീൻ ഇറക്കുന്ന ഒരുപാട് കാഴ്ചകൾ മച്ചാമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ബോട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയോട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ബോട്ടിന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബോട്ടാണ്. അതുപോലെ തന്നെ 10, 23, 24 സ്റ്റോറേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകണം. അത്രത്തോളം സൗകര്യം ഈ ബോട്ടിൻ്റെ താഴെയുണ്ട്. എത്രത്തോളം മീൻ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജുകളും സ്റ്റോറേജ് ബോക്സുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഐസിട്ടിട്ട് ഏകദേശം ഒരുപാട് മീനാണ്. അത്രയും വിസ്തീർണമായിട്ട് ഒരുപാട് മീൻ വെക്കാനുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഈ ബോട്ടിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കൗതുകമായിട്ട് കാണാൻ തോന്നുന്നു. വെറും 2 ദിവസം പണിക്ക് പോയ മീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഹാർബറിൽ ആഴ്ചക്കണക്കിന് വരെ പോകുന്ന ബോട്ടുകൾ, വലിയ വലിയ ബോട്ടുകളുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ്, ചിലപ്പോൾ സ്റ്റോറേജിനുള്ളിൽ ഇറങ്ങാൻ പറ്റാതെ അത്രത്തോളം മീൻ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ കാണുന്ന സ്റ്റോറേജിൻ്റെ വളരെ മീൻ കുറവാണ്. അതായത് 2 ദിവസത്തെ കാറ്റും മഴയും കാര്യങ്ങളും കൊണ്ട് 2 ദിവസത്തെ മീൻ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ മീനിടുന്നത് ഓരോ സ്റ്റോറേജിലായിരിക്കും. അതിലെ വ്യത്യസ്തപരമായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഏട്ട, സൂത, അതുപോലെ തന്നെ മിക്സായിട്ടുള്ള പല മീനുകൾ പല സ്റ്റോറേജുകളിൽ അടുക്കി വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഓരോ മീനും വില പറഞ്ഞിട്ട് ഓരോ സ്റ്റോറേജിൽ നിന്ന് അവർ എടുത്തു കൊടുക്കുന്ന കാര്യങ്ങൾ, മീനിൻ്റെ വെറൈറ്റികളും കാര്യങ്ങളും കാണണമെങ്കിൽ നേരെ നമ്മുടെ ബോട്ടിനുള്ളിൽ കയറിയാൽ മതി. കൂന്തയുണ്ട്, അതുപോലെ തന്നെ ഞണ്ട്, അതുപോലെ തന്നെ മിക്സായിട്ടുള്ള മീനുകൾ, സിൽക്ക്, ഒരുപാട് മീനുകൾ. കൂന്ത വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടു പലതരത്തിലാണ് കൂന്തകളുള്ളത്. അപ്പോൾ കൂന്തകൾ മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മച്ചാന്മാരെ, ഇന്ന് വന്നിട്ടുള്ള ബോട്ടുകളിലുള്ള എല്ലാ മീനുകളും ഇന്ന് വിറ്റ് ഒഴിവാക്കിക്കൊള്ളണം. അതാണ് ഇന്നത്തെ നമ്മുടെ സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെ നിയമം. ഇന്ന് രാത്രി ഏകദേശം 12 മണിയോടെ ബോട്ടുകാരുടെ മൊത്തത്തിലുള്ള ജോലി ഫുള്ള് ക്യാൻസലായി. ബോട്ടുകാർ മൊത്തം കയറി കെട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ബോട്ടിലുള്ള എല്ലാ മീനുകളും വിറ്റ് കാലാക്കിക്കൊണ്ട് ബോട്ട് ചില ആളുകൾ പണിക്ക് കയറ്റുന്നവർ പണിക്ക് കയറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ സേഫ്റ്റി ആയിട്ട് കെട്ടുന്ന കൊണ്ട് ഇനി ഏകദേശം 1.5 മാസത്തോളം ബോട്ടുകാർ കടലിലിറങ്ങുന്നില്ലായിരിക്കും. അതുപോലെ തന്നെ വഞ്ചിക്കാരുടെ മീനിന് വില കൂടുന്ന ടൈമും അതാണ്. ബോട്ടുകാർ കടലിൽ നിന്ന് കയറി കഴിഞ്ഞാലാണ് വഞ്ചിക്കാരുടെ, ചെറുവഞ്ചിക്കാരുടെ, അതുപോലെ തന്നെ ചെറുതോണിക്കാരുടെ, നമ്മുടെ വലിയ വഞ്ചിക്കാരുടെ മീനിനൊക്കെ വില കൂടാൻ ചാൻസ് ഉള്ള ടൈമാണത്. അതുപോലെ തന്നെ കാലാവസ്ഥയും മോശമായിരിക്കും ആ ടൈമിൽ. അപ്പോൾ വരുന്ന മീനുകൾക്കെല്ലാം നല്ല റേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ, അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിലൊക്കെ മത്തിക്കും അതിലൊക്കെ അത്രത്തോളം വില വരാനും നെത്തോൽ ഇത്രയും വിലക്ക് പിടിക്കാനുള്ള കാരണം. ഇവിടെ തന്നെ അപ്പോൾ മച്ചാന്മാരെ, ഈ മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ചപ്പിനാണ്. അതായത് പൊടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ള, നമ്മുടെ മുൻ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്, പൊടിക്കാൻ വേണ്ടിയുള്ള അയക്കുന്ന മീനാണ് ഈ ബോട്ടിൽ നിന്ന് കോരിക്കൊണ്ടിരിക്കുന്നത്. വേസ്റ്റ്, ബോട്ട് വേസ്റ്റ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ബോട്ടിൻ്റെ വേസ്റ്റ് മീനും കാര്യങ്ങളൊക്കെയാണ് ഈ കോരിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊടിക്കാനെടുക്കുന്ന മീനാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ നിന്ന് വല ഇറക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഏകദേശം ഒരു 6-7 പേരെടുക്കുന്ന വല ഒറ്റക്കാണ് ഒരു ക്രെയിൻ ഉപയോഗിച്ച് കയറ്റി കൊണ്ടുവന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ മച്ചാന്മാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഹാർബർ വിശേഷങ്ങൾ, അതുപോലെ തന്നെ വഞ്ചിക്കാരുടെ വിശേഷങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റുകളും നമ്മുടെ ഹാർബറുകളിൽ വില കുറഞ്ഞ് കിട്ടുന്ന സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്താറുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക, ഫ്രഷ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.